വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്കിൻ്റെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. കയ്യിലിപ്പോൾ നമ്മൾക്ക് കിട്ടിയ മാർച്ച് 390 ആണ് എടുക്കേണ്ടത്. നമ്മൾ ജോണിൻ്റെ കരയിച്ചിട്ട് അടുത്തായിട്ടാണ് ഗൈസ്. നമ്മളെ താറിൻ്റെ പണിയായിട്ട് മെയിൻ ഗൈസ്. ജോൺ പറഞ്ഞു വെച്ചാൽ വേറെ താറ് വാങ്ങേണ്ടി വരും, കാരണം വണ്ടിയുടെ ബോഡി മെയിനായിട്ട് റെഡി ആക്കിയത്. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് തന്നെ പോയിന്ന്, പിന്നെ എല്ലാ സംഭവം പോയിന്ന്, ബ്രേക്ക് മൊത്തം പോയിന്ന് എന്നാണ് പറഞ്ഞത്. ഏറ്റവും മോനെ KTM മോഡ് കുടുങ്ങിയെടുക്കണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കാണാം. നമ്മളേതായാലും ഇങ്ങനെ പോകുന്നത് വണ്ടി ഊരി പോകുന്നത് താൻ്റെ അവസ്ഥ കാണുന്നു വേണ്ട, അത്ര മോശമായിരുന്നു. വണ്ടിയുടെ എഞ്ചിന്ന് പുക വരുന്നുണ്ട് ഗൈസ്. അത്ര മോശമാണ് വണ്ടി. നമ്മളൊരു പുതിയ താറൊക്കെ എന്നാലും ചെറിയ വിഷമമുണ്ട് ഗൈസ്. നമ്മളെ മൊത്തം താറാണ് ഗൈസ്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടതിന് നേരെ ഷോറൂമിൻ്റെ അടുത്തെത്താൻ നമ്മളെ പുത്തൻ ഷോറൂമായിട്ട് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ റെഡാറായിട്ട് വണ്ടി കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞ് കണ്ടെയ്നർ കൂടെ നിന്ന് ഗൈസ്. വണ്ടി ഇവിടെ എത്തിൻ്റെ നേരെ കാണിച്ചാൽ പിന്നെ KTM നമ്മളെ കാർഡ്സ് കൊണ്ടിരുന്നിട്ട് ഗൈസ്. ഇവിടെ നമുക്ക് വണ്ടി കിട്ടിയില്ല, ഒരു ദിവസം കിട്ടും. തോന്നിത്തുമ്പോൾ വണ്ടികളെ കൊണ്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല വണ്ടിയുണ്ട്. പിന്നെ ഒരു ബസ്, പുത്തൻ ബസ് വന്നു ഗൈസ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ബസ്സിൽ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് എന്തായാലും പോകണമായിരിക്കും. പിന്നെ നമ്മളെ ഗുണ കേവ് ഒക്കെ ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്തിട്ട് ഗുണ കേവ്. പിന്നെ നമ്മളെ GTR, പിന്നെ കാണുന്ന ഒരു ലംബോർഗിനി. നമ്മളെ അനിയത്തി ഹൈറ ഫാത്തിമ ഹൈറ സിറ്റിയിലേക്ക് വരുന്നുണ്ട് ഗൈസ്. അപ്പം അവൾക്ക് ഫ്രീ ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാം. അവൾ പഠനത്തിനായിട്ട് നമ്മളെ മറ്റേ പോയ സോംബി എന്നപ്പം പോയ സിറ്റിയിൽ ഗൈസ്. അപ്പോൾ അവിടേക്ക് പോയതിന് ഗൈസ്. അപ്പം അവളേതായാലും ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നത്. 10 ദിവസത്തേക്ക് വരുന്നത്. 10 ദിവസമല്ല ഗൈസ്, വന്നത് ഗൈസ്. അപ്പം അവളവിടെ എടുക്കുന്നുണ്ട്. ഏറ്റവും മോനെ നമ്മളെ റയറസ്റ്റ് വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട് ഗൈസ്. ഇതല്ല ഇവിടെ എൻ്റെ മോനെ ലംബോർഗിനിയുടെ അടിപൊളിയാണ്. ഈ ലംബോർഗിനിയാണോ ആ ലംബോർഗിനിയാണോ അവൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. രണ്ടും രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഒന്ന് എടുക്കാൻ വന്ന വണ്ടി ഇതല്ല ഗൈസ്. 19 കിടക്കുന്ന വണ്ടിയാണ്. പക്ഷേ എൻ്റെ മുകളിൽ ലംബോർഗിനി കൊണ്ട് വെച്ച് വണ്ടി എടുത്തേക്കാം. നമ്മൾ പുറത്തിട്ടല്ല ഗൈസ്. പുറത്ത് വന്ന താറ്, മറ്റേ താറ് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ചില്ല ടീം അത് നമ്മൾ ചോളൊന്ന് റെഡിയാക്കി ഇട്ടിട്ട് പ്രശ്നമാക്കണ്ട. ഇതിപ്പോൾ വന്ന താറാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ മറ്റേ താറ് എടുക്കുന്ന പറഞ്ഞുകൊണ്ടാണ് പുത്ത സ്റ്റോക്കിലെത്തിയ വണ്ടിയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് നേരെ നമ്മൾ പുറത്തേക്ക് പോകാം. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കുറേ ദിവസമായി ഗൈസ്. അപ്പം അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പം അടുത്ത ദിവസം ഗുണ കേവ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. സിറ്റിയിൽ ഗുണ കേവ് വന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും ഗൈസ്. നേരെ വീട്ടിൽ കയറിയേക്കാം. നമ്മൾ നേരെ സീക്രട്ട് ബേസിൽ വന്ന പോലീസ് സ്റ്റേഷനിൽ പിന്നെ പോയിട്ട് നമ്മളെ പോലീസിൻ്റെ പുത്തൻ ബുലേറാണ് ഗൈസ്. ഇത് ഇപ്പോൾ ഓഫീസേഴ്സൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ബുലേറോട് ചെന്നാണ് ഗൈസ്. നമുക്ക് ഈ പലപ്പോൾ ഈ ഒരു മിഷനിൽ ലോഡിനെ പൊക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കുറേ വണ്ടികൾക്ക് ഗിഫ്റ്റായി കിട്ടുന്നതാണ്. ഇപ്പോൾ ബുലേറോ എടുത്താണ് വേണം. കണ്ടെയ്നർ വണ്ടിയാണല്ലോ ഗൈസ്. ഒരു കണ്ടെയ്നർ വന്നില്ല. ഒരു വണ്ടി ഓർഡർ ചെയ്തേനെ, ഒരു ഗോൾഡ് എഡിഷൻ വണ്ടിയാണ്. അപ്പം എൻ്റെ കണ്ടെയ്നർ ഇതുവരെ വന്നില്ല ഗൈസ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ കണ്ടെയ്നർ വന്നു. അപ്പം നമ്മുടെ ടോറും പിന്നെ ഗാരിയും ടവറും പിന്നെ നമ്മളെ ഡ്രൈവറും പിന്നെ നമ്മളെ ജോണും വന്നു ഗൈസ്. ടോം വലിയൊരു ആക്ടറാണ് ഗൈസ്. അപ്പം നമ്മളെ കണ്ടെയ്നർ കൂടെ എത്തിയിട്ടുണ്ട്. കണ്ടെയ്നറിന് വന്ന വണ്ടിയാണ് കാണുന്നത് ഗൈസ്. ഒരു ഗോൾഡൻ GTR ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടാൻ ഗൈസ്. അതല്ല വേറെ മച്ചാനെ കൂടി ഇറക്കും ഗൈസ്. അപ്പം നിങ്ങൾ കമൻറ്റ് ഗൈസ്. അപ്പോൾ ഏത് ഗോൾഡ് വണ്ടിയായിരിക്കും അടുത്ത വീഡിയോയിൽ ഇറക്കണ്ടെന്ന്. മച്ചാനെ അടുത്ത വീഡിയോയിൽ ഇറക്കുന്നുണ്ട് ഗൈസ്. അപ്പം അടുത്ത
സൈഡ് കാണണം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഒരു പ്ലാനിങ് നിൽക്കാൻ നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ഗൈസ് വേറൊന്നുമില്ല. പ്ലാനിങ് ഇപ്പം നമ്മളെ ഈ ലോഡിൻ്റെ കാര്യം മോനെ വലിയ സൂചിയാണ് ഗൈസ്. ആകാശത്ത് നിന്ന് ആരെങ്കിലൊക്കെ വന്ന് വീയണമെങ്കിൽ എൻ്റെ കഥ കഴിയും. നമ്മളിവിടെ ഇട്ടാൽ നല്ല പ്ലാൻ ഇട്ട് നമ്മളെ സീക്രട്ട് ബേസാക്കി മാറ്റിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ പ്ലാൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഓല് ഇപ്പോൾ ലോഡിനെ പൊക്കാനുള്ള പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ലോഡിനെ പൊക്കും. അപ്പോൾ നമ്മൾ ലോഡിനെ മെയിൻ സെൻട്രൽ ജയിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആടട്ട് അറ്റാക്ക് ചെയ്ത് ലോഡിനെ കടത്തിക്കൊണ്ടു പിന്നെ നല്ല പിടിക്കും. കാരണം ജിമ്മീനും ജെംസിനെ അടിച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കൊടുക്കും ഗൈസ്. ഒന്നും നോക്കില്ല. അപ്പം നമുക്ക് ഏതായാലും അടി പോകും. ഇവിടെ നല്ല വ്യൂ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. നേരെ അടി ഇവിടെ നല്ല ജെറ്റ് ബാക്കൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ അടുത്തേക്കില്ല കഴിക്കും ഇത് കയറാനേ അങ്ങോട്ട് കൊല്ലണം. മുള്ളിൽ കുത്തിയാൽ നമ്മളെ കാര്യം തീർന്ന് നല്ല പറ്റിയ നിർത്തുവാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ട്. ആ കണ്ടെയ്നർ കൊണ്ടുവന്ന ഹെലികോപ്റ്റർ കേട്ടോ. നമ്മളത് തന്നെയാണ് ഗൈസ്. ഇപ്പം ഇങ്ങോട്ട് നിർത്താൻ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. നമ്മളേതായാലും ഇങ്ങോട്ട് നിർത്തി സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകണം. പിന്നെ മിക്കവാറും ഇന്ന് ലോഡിനെ പൊക്കാൻ നമ്മളോട് തന്നെ ആയിരിക്കും പറയുക. കാരണം നമ്മളാണ് അടുത്ത മെയിൻ ഓഫീസർ. നമ്മൾക്ക് തന്ന എല്ലാ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കേസ്. അതുകൊണ്ട് തന്നെ GTR എടുത്ത് പോകണം. അല്ല വേണ്ട, നമുക്ക് ഈ ബുള്ളോർ തന്നെ എടുത്ത് പോകാം. പോലീസ് എന്ന വണ്ടി തന്നെയല്ലേ. അപ്പോൾ ഈ വണ്ടി തന്നെ എടുത്ത് പോകാം. ഈ വണ്ടി കാണാൻ രക്ഷയില്ലാത്ത ലുക്കായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ബ്ലാക്ക് ബുള്ളോറും ഉണ്ട് കേസ് ഓൾറെഡി. അപ്പം നേരെ നമുക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്ന് കേസ്. ഇവിടെ ഫുൾ പുലർന്നാണ് കേസ്. പക്ഷെ ആ ഭാഗത്തൊക്കെ പോലീസുകാരാണ് ഞാൻ വിളിച്ചത്. മറ്റേ പ്രസിഡൻറ്റ് വന്നു കേസ്. വണ്ടി ഉണ്ടാവില്ല. പിന്നെ 2 സ്റ്റോപ്പക്കാരുണ്ട് അവിടെ. ഇനി ഇങ്ങനെ പിടിച്ചാണെന്നാണ് തോന്നുന്നത്. അത് പോലീസ് വണ്ടി തന്നെയാണോ? 2 വൈറ്റ് കളറിൽ ഒന്ന് സുഖം മസ്റ്റാങ്കാണ് കേസ്. മസ്റ്റാങ്ക് ചീറ്റിയാണെന്ന് തോന്നുന്നു. പിടിച്ചാവില്ല. കാരണം എല്ലാവരും പോലീസ് നേടിയിച്ചെന്നല്ല നമ്പർ കൊടുത്തിട്ട് ഇടയിൽ നോക്കാം. നമുക്ക് നേരെ പ്രസിഡൻറ്റ് കണ്ടു. അങ്ങനെ പ്രസിഡൻറ്റ് കണ്ടുന്ന് ഈ സാറാണ് വിളിച്ച് പറഞ്ഞ പ്രസിഡൻറ്റ് മുകളിലുണ്ട്. അപ്പം മുകളിൽ പോയി കാണാറുണ്ട്. അപ്പം നമ്മൾ നേരെ മുകളിൽ പോയി കണ്ടുന്ന്. എല്ലാം പരാതിയുടെ ആൾക്കാരാണെന്ന് വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞ ചെന്നതിന് ലോഡിന് പോക്കാണ്. ഇതൊന്നും നോക്കണ്ട. 2 പുള്ളേർ ആൾക്കാരും വരും. ഒരു പുള്ളേറോ പിന്നെ ഒന്ന് മറ്റേ പോലീസുകാരും പിന്നെ മറ്റേ ആ പോലീസുകാരിലും പോലീസ് വരും. ഉച്ചത്തിൽ ഏതെല്ലാം സൂപ്പർ കാർ എടുത്ത് പോയിക്കോ. നമ്മളേതായാലും ഏതെടുക്കും? മസ്റ്റാങ്ക് എടുക്കണം. സൂപ്പർ എടുക്കണം. 2 അടിപൊളി വണ്ടിയാണ്. അത് സൂപ്പർ തന്നെ അങ്ങോട്ട് എടുത്തേക്കാം. സൂപ്പർ എടുത്തേക്കാം. മസ്റ്റാങ്ക് കുഴപ്പമില്ല, എന്നാലും സൂപ്പർ എടുത്തേക്കാം. സൂപ്പർ മസ്റ്റാങ്കിനേക്കാൾ കുറച്ച് പവർ കൂടുതൽ കേസ്. വണ്ടി രക്ഷയില്ല. മസ്റ്റാങ്കും പൊളിയാണ്. നേരെ ഇനി നമ്മളെ ലോഡിൻ്റെ സ്ഥലം പറഞ്ഞു തന്നു നമ്മളെ പ്രസിഡൻറ്റ്. ലൊക്കേഷൻ അയച്ചു നിങ്ങൾക്ക്. നേരെ നമുക്ക് അങ്ങോട്ടേക്കാണ് വീടിൻ്റെ. ഒന്നും നോക്കാനില്ല. നേരെ നമുക്ക് അങ്ങോട്ടേക്കത് പോയേക്കാം. അടുത്തായിട്ടാണ് സംഭവം. സ്ഥലമില്ല. നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. പിന്നെ ഗൺസൊക്കെ ഉണ്ട്. ഫുൾ വെപ്പൺസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പം നോക്കണ്ട ബോംബുണ്ട്. നേരെ നമുക്ക് സ്ഥലത്തേക്ക് പോയേക്കാം. ഇവിടുന്ന് ലോഡ് രക്ഷപ്പെട്ടു. ഇവരൊക്കെ പറഞ്ഞ എന്നോട് വിളിക്കാനാണ്. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം. എന്നോടല്ലാതെ ആർക്കും ലോഡിനെ പൊക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അവിടെ മിക്കവാറും ഹെലികോപ്റ്ററിൻ്റെ അങ്ങോട്ടേക്കും പോയെന്നാണ് പറഞ്ഞത്. കാരണം എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. അങ്ങോട്ട് പോയി എന്തൊരു പോലീസ് നടന്ന് കാണും. പിന്നാണെങ്കിൽ നമ്മളെ മറ്റേ സ്ഥലത്ത് കഴിക്കും പോവാ. ഹെലികോപ്റ്റർ എടുത്ത് പേഴ്സണൽ ഹെലികോപ്റ്റർ എടുത്താൽ ഇവിടെ ആണ്.
ഒരിക്കലും എടുക്കാനും കഴിയില്ല. നമ്മൾ ആൾക്കാരായിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും പൊക്കും. അതുകൊണ്ടാണ് നമ്മൾ സിറ്റിയിൽ ഹെലികോപ്റ്റർ എടുക്കാനായിരിക്കും പോയി മിക്കവാറും. ഇത് ഹാർട്ടൊക്കെ വേഗം പോയി അവനെ പൊക്കിയിട്ടുണ്ട് കേസ്. അവനെ കാറിൽ കയറ്റിയിരുത്തിന്ന് 2 ടാങ്ക്സിനോട് വിളിച്ച്, ആർമി ടാങ്ക് പോലാണ് ഇവിടെ സ്ഥലത്ത് ഓൾറെഡി ഉണ്ട്. നമ്മളെ പ്ലാൻ അനുസരിച്ച് അപ്പോൾ പ്രസിഡൻറ്റ് വെച്ചൊരു പ്ലാനായിരുന്നു ഗൈസ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഓൾറെഡി ഓലുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഓലോട് പൊക്കിയത് ഇപ്പോൾ ഹെലികോപ്റ്ററിന് പൊന്തിയ ഒപ്പം വെടികൾ കൊള്ളുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളു വേഗം ഇവിടെ കാറിൽ കയറി നിൽക്കുന്നുണ്ട്. നമ്മളൊപ്പം നമ്മൾ പിസ്റ്റലും കൈ പിടിച്ചോണ്ട് പിടിച്ച് അതിലോട്ട് 3 കൈയിരിക്കട്ടെ അവനല്ലേ. ഇനി നേരെ ഒന്നും നോക്കാല്ല, അവനെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. നമ്മളേതായാലും പ്രസിഡൻറ്റ് വിളിച്ച് പറഞ്ഞു പോകണം. അതിൽ നമ്മൾ ആളെ കിട്ടിയില്ല വരും. എന്നാൽ അപ്പനെ വിളിച്ചത്. അങ്ങനെ പ്രസിഡൻറ്റിനെ നമ്മൾ വിളിച്ചാണ്. പ്രസിഡൻറ്റ് ഫുൾ ഹാപ്പിയാണ് ഗൈസ്. അപ്പം പ്രസിഡൻറ്റിനെയൊക്കെ ഹാപ്പി നമുക്കല്ലേ വേണ്ടി. അങ്ങനെ ബുക്കിങ് ശരിയല്ലേ. ഓനെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവരി. പിന്നെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. പിന്നെ പ്രസിഡൻറ്റിന് നമ്മൾ കാര്യം പറഞ്ഞു, ഓനെ പൊക്കണമെന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മറ്റു പോലീസുകാരറിയരുത്, അമ്മത് രീതിയിലാണ് പൊക്കൽ. അപ്പോൾ ഓനെ പൊക്കാന്നുള്ളൊരു പ്രശ്നം പിടിച്ചണ്ടെന്ന് പറഞ്ഞത്. നേരെ അങ്ങോട്ട് എത്തിയെന്ന് കേട്ടോ. നേരെ അങ്ങോട്ട് കയറ്റി ലോഡിനടുത്ത് നേരെ മുന്നോട്ട് ഇട്ടം കൊടുത്തുന്ന ആർമികൾ ഡെനിവേഴ്സ് അവിടെ നല്ല പൊട്ടിച്ചിട്ടുണ്ട്. ലോഡിൻ്റെ മെല്ലെ പൂതിയൊക്കെ ഒന്നെടുത്ത് തിന്നോളൂ. അല്ല ഇടയ്ക്ക് ഡ്രൈവറിനെ കൊണ്ടുപോകും. ആളിതവിടെ ജയിലിൽ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവനെന്തിനാ ജയിലിൽ പോയി എന്തിനേക്ക് ജയിലിൽ പിടിച്ചു പോലീസ് കൂടി കിട്ടി ഒറ്റയിടിച്ചതാണ്. സ്പോട്ടിൽ തന്നെ പിടിച്ച് കെട്ടിന്ന് മോനെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു വണ്ടി ഈ വണ്ടിയൊക്കെ നമുക്കായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിച്ചെന്ന് പറയുകയാണ്. നമ്മളെ പ്രസിഡൻറ്റ് വണ്ടിയേക്കൊന്നും ആയില്ല. പോലും ഇത് അത്യാവശ്യം റെയറസ്റ്റ് വണ്ടിയാണ് ഗൈസ്. സിറ്റിയിൽ ഇത് നമുക്ക് കിട്ടി ഗൈസ്. എൻ്റെ മോനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഗൈസ്. എൻ്റെ മോനെ ഇത് അത്യാവശ്യം റെയറസ്റ്റ് വണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അത്യാവശ്യം നല്ല ഇഷ്ടമാണ് ഈ വണ്ടി. അതും ഗോൾഡ് എഡിഷൻ അല്ല, കോടിൻ്റെ മേലെ ചിലവാക്കില്ല ഈ വണ്ടിക്കായിട്ട്. ആ സൂപ്പറാണ് സേഫായി കിടക്കുന്നത്. പിന്നെ ഈ വണ്ടി ഇത് രക്ഷയില്ലാത്ത വണ്ടി, കാരണം അത്രയും പവറാണ്. ഇത് നമ്മളെ പോലീസ് നമുക്ക് യൂസ് ചെയ്യാനാണ്. പിന്നെ എന്ത് പറയാനും തന്നെ ഇവിടെ ഒഴിവാക്കില്ലായിരുന്നു. പിന്നെ ടവറ് നമ്മൾ ആളായതുകൊണ്ട് ഇപ്പം ടവറിൻ്റെ അടുത്ത് ഇതിന്ന് ഒഴിവാക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഹൈ-എൻഡ് ഓഫീസറിനാക്കിയത്. അപ്പം നമ്മളിപ്പോഴത്തെ ഇപ്പോൾ ഒരു ഹൈ-എൻഡ് ഓഫീസറിനായി മാറിയിട്ട് ഗൈസ്. നമ്മളെ പുല്ലേറല്ല ഗൈസ്, നമ്മളെ പുല്ലേറല്ല. അതാണ് നമ്മളെ പുല്ലേറ് ഗൈസ്. ചില്ലുട്ടിയായിരുന്നു നമ്മളെ പുല്ലേറ്. പക്ഷെ അതെന്താ പറ്റിയെന്നല്ല, ഇതുവരെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയില്ല. നമുക്ക് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഗുണകേവ്ക്ക് നമ്മളെ ബസ് എടുത്ത് പോകണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പം ഉറപ്പായിട്ട് നമ്മൾ പോകണമായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ ഐറൺ വീഡിയോ വരുന്നൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഐറൺ ഇറക്കും. അപ്പം ഓൾ ആ സിറ്റിയിൽ നിന്ന് അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം വരുന്ന ദിവസം നമ്മൾ അടുത്ത വീഡിയോ ഇടും. അപ്പം അടുത്ത വീഡിയോ വരുന്ന അന്ന് ഓൾ വരാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം അടുത്ത വീഡിയോ എന്തായാലും വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിക്കോ. ഓൾ അടിപൊളിയാണ് ഗൈസ്. അപ്പം നമ്മൾ ഷിൻചാൻ്റെ പോലെ തന്നെയാണ് ഗൈസ്, തൊള്ള പൊട്ടിക്കൂല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വീഡിയോ
എന്തായാലും വരുന്നേക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം വണ്ടിയൊക്കെ കൊടുക്കണം എന്നില്ല കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. എന്തായാലും വരുന്നേക്കും. അപ്പം ബൈ ബൈ.